അവനത് അറിയാത്തോണ്ടല്ലേ. ആ ടാങ്കായിരുന്ന ക്യാനാണല്ലേ. അഡിദാസ്. ആ യൂട്യൂബ് ഇന്റർവ്യൂ എടുക്കാണ്. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഗെസ് ദി യൂട്യൂബേഴ്സ് ബൈ ഡ്രോയിങ് ഫുഡ് ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെസ് ദി യൂട്യൂബേഴ്സ് ബൈ ഡ്രോയിങ് ഫുഡ് ചലഞ്ച് ആണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ നീ അവിടെ പിടിച്ചോ, നമ്മൾ ടീം നിങ്ങൾ ടീം. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ക്രൂ ഒരു യൂട്യൂബറിന്റെ ഫോട്ടോ കാണിച്ചു തരും. അപ്പൊ ഒരാളെ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ടീം അതിനകത്ത് ഒരാളെ കാണിച്ചിട്ടുള്ളൂ. അയാളുടെ പേരൊന്നും എഴുതാൻ പറ്റാതെ, അക്ഷരങ്ങളൊന്നും എഴുതാൻ പറ്റാതെ അയാളുടെ ഒന്നെങ്കിൽ അയാളുടെ ഫേസ് വരച്ച് കാണിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിക്ചർ വഴി അയാളെ കൊമ്പനാണെങ്കിൽ ആന വരച്ചാൽ മതി. അപ്പൊ സാധനം മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ടാങ്കാ? ആ ടാങ്കായിരുന്ന ക്യാനാണല്ലേ. ആ അഡിദാസ്. കലാകാരനാണ്. ഇവൻ ഒരു കലാകാരനാടാ. പെന്റഗൺ. ആ യൂട്യൂബ് അതന്നെ യൂട്യൂബ്. ഗ്രാഫ് കയറി പോണോ? ഞാൻ എന്റെ ഗ്രൂപ്പിൽ പിള്ളേര് ഞാൻ എന്റെ ഗ്രൂപ്പിലത്തെ പിള്ളേരാണ്. ഗ്രാഫ് കേറിക്കൊണ്ടിരിക്കുന്നതാണ് 100%. ഇത് KLBG ബ്രോ ആണോ? ഈ 3 നാലുള്ള KLBG പുള്ളിക്കല്ലേ? ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്കറിയത്തില്ല. തുടങ്ങിക്കോ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാ ഒരു കുഴപ്പമില്ല. ഓക്കെ, ബുള്ളറ്റ്. ഒരു ഓപ്ഷൻ പറയണ M4 കൈയടിക്കിച്ച ചമ്മു. അതെനിക്ക് വരച്ചപ്പോഴേ കിട്ടി. കൂടുതലും കാര്യങ്ങൾ വേണ്ട. കൈതപ്പൂ. ഞാൻ പറയട്ടെ, ഒരു കേസ് 3 സെക്ഷൻ എന്നിട്ട് ഇത് പോഡ്കാസ്റ്റാന്ന് പോഡ്കാസ്റ്റ് പെണ്ണാണോ? എനിക്ക് മനസ്സിലായി. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ചാനലിന്റെ ഇന്റർവ്യൂ ആണ് കേട്ടാ. ചാനലിന്റെ ഇന്റർവ്യൂ. നീലക്കുയിൽ തൊപ്പി വെച്ചാൽ ഒന്ന് പേടിമാണിയാണോ? ആദ്യമേ മനസ്സിലായി. ഇന്റർവ്യൂ എടുക്കാണ്. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. എനിക്ക് മനസ്സിലായെന്ന് പറയാ, മുടിയും ആ റിംഗ് ലൈറ്റും. അത് റിംഗ് ലൈറ്റ് അല്ല, അവരുടെ ബോഡി. ഇതിനകത്തൊന്നും വെക്കാൻ പറ്റില്ല. ഞാനാണല്ലോ പറയണ്ടേ. എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞേ. ബ്രോയ്ക്ക് കിട്ടി. അല്ല, എനിക്ക് അത് ഓൾറെഡി അറിയായിരുന്നു. എന്തൊരു കലാപരമായ കാര്യങ്ങൾ. ഇയാള് വരക്കാരൻ തന്നെ. അതന്നെ വീട് കാട് മല വരച്ചില്ലെങ്കിൽ ഒരു വീടല്ല. മലവും വേണം, പക്ഷെ മലമല്ല. മരവും വേണം, മലയും വേണം. സൂര്യന് ഉദിക്കണം. സൂര്യന് ഉദിക്കണം.
അഴയാന്ന് തോന്നുന്നു. അഴ അഴയില് മറ്റേ ഇത് സാധനം തൂങ്ങി കിടക്കുന്ന. ഇത് മറ്റേ അവരാണോ? അവർക്ക് കൃഷി മറ്റേ കിളികളും മീനും ഒക്കെ ഉള്ള ഒരു വളർത്തുന്നുണ്ട്. അയ്യോ പുള്ളിയുടെ പേര് അറിഞ്ഞില്ല. അവര് മറ്റേ മീൻ വളർത്തുന്നുണ്ട്, കിളി മറ്റേ മീനുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട് അവിടെ. മീൻ വളർത്തുന്നുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. പിന്നെ ഇല്ല, അവർക്ക് ഫാമിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മച്ചാനേ വാ എൻ മച്ചാനേ വാ ടിങ് ടിങ് ഹേയ് ടിങ് ടിങ്. എനിക്ക് ആളെ മനസ്സിലായി. മച്ചാനേതാണെന്നറിയാവാ? മറ്റേ ഫിഷിന്റെ ഫിഷിംഗ് ഫ്രീക്സ്. എനിക്ക് അവനത് അറിയാത്തോണ്ടല്ലേ. പിന്നെ മനുഷ്യനെ ഇങ്ങനെ വരയ്ക്കും. സൂപ്പർമാനോ ചിറകോ പറക്കാനോ എന്തോ ബാക്കിൽ വെച്ചിട്ട് ഉണ്ടല്ലേ? അതെന്താണ്? ട്രക്കിങ്ങിന് പോണ ആളാണോ? ഐ മീൻ ഒരു മറ്റേ ആളാണോ? യാത്രകൾ ചെയ്യുന്ന ആളാണോ? ട്രക്കിങ് പോണ ആളാണ് ഇരിക്കും അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറയാം. മല കയറുന്ന ആളാണ്. അതെന്താ? അയ്യോ ഞാൻ പറഞ്ഞായിരിക്കുമല്ലേ. അയ്യോ അതെന്താ? സുജിത് ഭക്തനാണോ? എനിക്ക് ആദ്യം പേടിച്ചു. ഇങ്ങനെ വരയ്ക്കാലോ? ഇങ്ങനെ അത്രേ ഉള്ളൂ. എന്നിട്ട് കൈയുടെ കൈ ഇത് വരികയെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ കയറമാർക്ക് കുറച്ച് പോലെ. ഇതാണ് ആഫ്രിക്കൻ. സൂപ്പർ. ആഫ്രിക്കൻ പായ എന്താ ബാക്കി വല്ല ഒടിഞ്ഞ മന്ത്രത്താൽ പായുന്ന കുതിരയെ ഗന്ധർവൻ പാടുന്ന മതിനകം മന്ദാരം പൂവിട്ട പുലരിയിൽ. അത് പറഞ്ഞു കൊടുക്കല്ലേ? അത് മനസ്സിലായി പോലില്ലായിരുന്നത്. അത് ഗെയിമിംഗ് മറ്റേ കൺട്രോളർ. കാർത്തിക് സൂര്യാണ്. കാർത്തിക് സൂര്യ ടിക്ടോക്ക് അല്ലേ? അർജു അല്ലേ? ബ്രെഡോ ഇത് സൈക്കിളോ? വണ്ടിയൊക്കെ ഉണ്ടല്ലോ. കാറ്. നീ പറഞ്ഞ നന്നായി. വണ്ടി അത് എനിക്ക് മനസ്സിലായി. എനിക്കത് സീക്രട്ട് ഏജന്റ്. സീറ്റ് എന്ന് വിചാരിച്ചിരിക്കുന്ന ചുമ്മാ. അതൊക്കെ എനിക്കറിയാവുന്ന വണ്ടിയായിരുന്നു. തെങ്ങ്. മരം. അത് തെങ്ങ അല്ലാതെ മരമാടാ. ഈന്തപ്പഴോ? അറബി 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 അറബി. അതാ പനയാ. പന പന. അറബി അറബി അറബി. അത് മറ്റേ കുടമാണോ? കള്ളിന്റെ കുടമാണോ അത്? ഇനി അത് തേങ്ങ വീടും. ഇത് ഷെഡാന്ന് തോന്നട്ടാ. കള്ളി ഷാപ്പാണോ? തേങ്ങ കാർത്തിക് സൂര്യ. ചുമ്മാ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നു. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കോ ഞങ്ങൾക്ക് പോലും മനസ്സിലാവണില്ല. തേങ്ങ അതവിടെ നിന്ന് വിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കരിക്ക്. അതാണ് സംഭവം. അത് തന്നെ കരിക്ക്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ കലാകാരൻ ഞാനത് അറിയാതെ പറഞ്ഞു പോയി. നമ്മളെ ടീമിനോട് പറയിപ്പിക്കും. എതിർ ടീമിനെ കൊണ്ട് ഞാനൊരു പൊളി തന്നെ. എള്ളുണ്ടോ? പറ വരയ്ക്കേ. ചന്ദ്രൻ. ചന്ദ്രൻ. ഡോണറ്റ്. ഡോണറ്റ് ആണോ? റിമോക്കൺട്രോൾ കാറാ ഉറപ്പാ. ഏരിയയിലൊക്കെ ഉണ്ട്. കാറാണോ? ബൈക്ക്. ബൈക്കിലാരാ? ബൈക്കല്ലടാ അത്.
രണ്ട് കണ്ണും തൊപ്പി മോൺസ്റ്റർക്ക്. ആ ഇത് മറ്റേ ഞാൻ പറഞ്ഞു തരട്ടെ, എന്നിട്ട് സവാള സവാള സിനിമയ്ക്കകത്ത് ലാസ്റ്റ് മറ്റേ വിജയ് ട്രാവലറാണോ? മല്ലു ട്രാവലർ. ഞാൻ മല്ലു ട്രാവലർ ആണോന്നാ കേട്ടത്. അതാ ഞാൻ ചോദിച്ചു. എന്നെ തൊന്നെ ഷൊണ്ണ ബൈക്ക് വരയ്ക്കാതെ ഒരു KTM 390 ഓണർ അല്ലേ നീ? നിനക്ക് ആ ബൈക്കിന് എന്തെങ്കിലും വരച്ചൂടായിരുന്നു? ബൈക്ക് ഇതല്ലേ ടാങ്ക് വരച്ചാണ്. ഓ മറ്റേ മല്ലൂന്റെ മറ്റേ ഗോൾഡ് വിങ്ങിന് ടാങ്കാ വരച്ചേ. ഇതൊക്കെ എന്ത് മനസ്സിലായാ? ഫേമസ് ആയെന്ന് കൂടെ പറയണം. അത് കിണറാണേ. പറയണോ? അവർക്ക് ടിപ്പ് കൊടുത്ത പാവാട നല്ല അത് കിണറാ. കിണറ് ഒരു പെണ്ണാന്ന് മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെയാ വരയ്ക്കുന്നത്. നാഗവല്ലിയാണ്. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലകം. ഹാഫ് കൂടിയുള്ളോ? ആ പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വേറെന്തിനും വിളിക്കാം. വേറെന്തിനും യൂട്യൂബിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം വരയ്ക്കും. മറ്റേ ഇതാണോ ഹെലോസ് പാത്താണോ? ഹെലോസ് പാത്താണോ? അതാ മറ്റേ പാവാട ഒക്കെ പിടിച്ചുകൊണ്ട് റീല് ഹീറ്റായിരുന്നു. അതല്ലേ ഹാഫ് മുടി തുടങ്ങി കൊമ്പ ഏതോ വാർമുകിൽ ശ്രദ്ധിക്കും. ഏതോ സൂപ്പർമാൻ. അതിനകത്ത് എന്റെ ഇത് പോയി മിസ്റ്റേക്ക്. അത് വരയ്ക്കാത്ത ഇനിയിപ്പോ എന്റെ മൈൻഡ് മൊത്തം അവിടെയാ. അതെടാ അവരെ ജോയിൻ ആക്കിയില്ല. എടാ അത് ഓരോ ഓപ്ഷൻ പറയട്ടെ. പുള്ളോത്തി രണ്ട് പിള്ളേരുള്ളൂ. അത് മരിച്ചെന്തോ. അയ്യോ 2 അവരെ പിള്ളേരെന്തോന്ന് 3 4 പേര് ഒക്കെ. അതിനകത്ത് ഒരു ഓപ്ഷൻ കൂടെ പറയാ. ചട്ടം പീസ്. ഞാൻ വേണോ? അല്ല ഇനിയില്ല, ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. കലാകാരൻ പുറത്തൊന്നുമില്ല. കലാകാരൻ പുറത്തൊന്നും ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്താ പറയാ ബ്രോയ്ക്ക്? എന്താ പറയാ? ലോഡഡ് ഫ്രൈസ് അല്ലേ? അതെങ്ങനെ ബ്രോയ്ക്ക് അറിയാവുന്നേ? അതിപ്പം കഴിക്കാറുള്ള ഇതെനിക്കറിയാം. ഈ പാക്കേജ് എനിക്കറിയാം. ബ്രോ അങ്ങനെയല്ല, അതിന്റെ എനിക്കറിയാം. ഇവിടെ ഇത് പൊളിക്കടാ ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അപ്പുറത്തുണ്ട്. സത്യം നമുക്കറിയില്ലല്ലോ. ഇല്ലില്ല, സത്യം നീ സത്യം. ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ളത് ഇവിടെ കൊമ്പന് മാത്രമേ ഉള്ളൂ. അളിയ ഞാനൊരു കാര്യം പറയട്ടെ, അവരോട് പറയണ ഇത്രയും ലോഡ് ചെയ്യില്ലേ, കാരണം അവർക്ക് നഷ്ടം വരുന്നില്ലേ? താഴെ പോലെ താൻ എന്ത് എനിക്ക് പയ്യ തിന്നെ. എനിക്കൊരു പാവം കിട്ടിയില്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഇത് കഴിഞ്ഞോണം എന്റെ അടുത്ത് വന്നിട്ട് യൂട്യൂബേഴ്സ് എല്ലാ വീഡിയോയിലും കണ്ടോണം. അപ്പളാ ചലഞ്ച് വരുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് സങ്കടം വരുന്നില്ലല്ലോ? അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഒരു സങ്കടം വന്നാൽ സങ്കടം പോലുള്ള കാണിക്കണം, അല്ലാതെ അഭിനയിച്ചിരിക്കില്ല. അത് കരഞ്ഞൂടെ? ഒരു സീനല്ലേ. പിന്നെ ഇതിനകത്ത് നോട്ട് പ്രൈസ് പിന്നെ പോസ്റ്റ് ന്യൂ ഇയറിന് ഒന്ന് ജിം ആവണ്ടേ, ഡയറ്റ് ഒക്കെ എടുക്കും. ഇതിങ്ങനെ തിന്നല്ലേ ചീത്ത. 2026 അപ്പളേ ഉള്ള അത് കഴിഞ്ഞിട്ട് 27 അല്ലേ? മതി ഡയറ്റാ ബ്രോ. ഡയറ്റാ ഇല്ല, ഡയറ്റാ. ഞാൻ എടാ കഷ്ടമുണ്ടടാ, കഷ്ടം. ഞാൻ ഡയറ്റല്ല. എടാ ഇന്നൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാ. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇല്ല. അതെ, ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൈ പിടിച്ചടാ. ഞാനൊരു കാര്യം പറയട്ടെ, കൊമ്പനെ ഇത് എന്റെ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഈ കൈ പിടിച്ചു വെച്ചാ എന്നാ കൊമ്പൻ പറ, വിടാൻ പറ. കളിച്ചു നേടിയതാ പറഞ്ഞു. ഇത് ചലഞ്ചാ. ഇനി അടുത്തത് ഫുള്ള് ബ്രോ തിന്നായിരുന്നു. ഇത് എന്റെ തൈല് ഞാൻ എടുക്കാതെ വെച്ചിരുന്ന മൈനസാ. അവന്റെ എടുക്കലടാ, പാവം ഉണ്ടാ. നല്ല ടേസ്റ്റ്.
മതിയാ എടാ മത്തി പിടിക്കും ഒത്തിരി വെച്ചേട്ടാ. ഞാൻ പിടിക്കാം. ഓ കൊമ്പാച്ച ഇതെന്താ ഇത്? ഓ അതൊന്നും കുഴപ്പമില്ല, നടക്കാൻ പോകുന്നല്ലേ. ഇതെന്താ ഇത് നവരസവയാ? ജക്കു വെക്കുമ്പോ ജക്കുവിന്റെ താടിക്കും കൊടുക്കണം. എടോ ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണ് കേട്ടാ. അപ്പൊ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.